ഇനി ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ആളുകൾ ലോകത്ത് വലിയ തീവ്രവാദ ശക്തികളായി, ഇസ്ലാമിക തീവ്രവാദം പ്രയോഗങ്ങൾ കടന്നു വന്നു, ഇസ്ലാം ഭീകരവാദം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആക്രമിക്കപ്പെടുന്ന സിറിയ, ഇന്ന് ആക്രമിക്കപ്പെടുന്ന ഫലസ്തീൻ, അതിന് ചുറ്റുപാടുമുള്ള ഷാം എന്ന ഒരൊറ്റ പ്രദേശത്തെ വെട്ടിനുറുക്കിയത് ലോകത്താരാണ്? അവിടെ നിരന്തരമായ കലാപങ്ങൾ സൃഷ്ടിച്ചതാരാണ്? ഇസ്ലാമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യവുമായി കടന്നു ചെന്ന മഹാന്മാരായ ഖലീഫമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖലീഫയുടെ ഭരണം അല്ലെങ്കിൽ ഖലീഫ എന്ന് പറയുന്നത് ഏതോ ഒരു അരാജകത്വത്തിന്റെ കാലഘട്ടം പോലെ അവതരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. എന്താ ഖലീഫമാർ ചെയ്തത്? പ്രവാചകനിൽ നിന്ന് പഠിച്ച ഖലീഫമാർ ലോകം ഭരിച്ചു. എങ്ങനെയാ ഭരിച്ചത്? ഒരു ജനവിഭാഗത്തെ ആക്രമിച്ചോ? അല്ല, ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെന്നു. അവർ ഈ ദൗത്യമേറ്റെടുത്ത് നാടുകൾ താണ്ടിയിട്ടുണ്ട്, കടൽ കടന്ന് അക്കരയിലെത്തിയിട്ടുണ്ട്. ആ സമൂഹത്തെ എന്താ പഠിപ്പിച്ചത്? വിദ്യാഭ്യസിപ്പിക്കാൻ പഠിപ്പിച്ചു, ചിന്തിക്കാൻ പഠിപ്പിച്ചു. കാലുകളിൽ ബന്ധിതമായ ചങ്ങലകളാൽ രാജാവിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരുന്ന ആ സൈന്യത്തെ എഴുന്നേൽപ്പിച്ച് ആ ചങ്ങലകൾ വലിച്ചെറിയാൻ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോക്ഷത്തിന്റെ വഴി ഇതാണ്, സമാധാനത്തിന്റെ വഴി ഇതാണ് എന്ന് ആ സമൂഹത്തോട് പറഞ്ഞു. അവരത് കേട്ടു. അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി, സമാധാനപരമായ ജീവിതങ്ങൾ ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാജ്യം ലോകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിക വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഭരണം നടത്തിയത്. അങ്ങനെ ഭരണം നടത്തുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രയാസമുണ്ടായോ? ഒരു ദിവസം നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്ന കാഴ്ച എന്താ? ചരിത്രം നമുക്കറിയാം. എന്നാലും നമ്മളെന്ന ആ സന്ദർഭത്തിനനുസരിച്ച് വായിച്ചു നോക്കും. എത്ര മനോഹരമാണ്! ഒരു മനുഷ്യൻ ഒരു കൂരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ കൂരയിലുള്ളവരുടെ മതം ചികഞ്ഞില്ല, ആ കൂരയിലുള്ള മനുഷ്യന്റെ ഏതെങ്കിലും വംശത്തെ തെരഞ്ഞില്ല, ഏത് വിഭാഗമാണെന്ന് തെരഞ്ഞില്ല. ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടമ്മയോട് ചോദിക്കുന്നു, വയോവൃദ്ധയായ മാതാവിന്റെ അടുത്ത് ചെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവരെന്തിനാ ഇവിടെ വന്നത്? എന്റെ എല്ലാ കാര്യവും നോക്കുന്നത് ആ നല്ല മനുഷ്യനാണ്. എനിക്ക് വേണ്ടതെല്ലാം തരുന്നു, എനിക്ക് ഭക്ഷണം തരുന്നു, വസ്ത്രം തരുന്നു, എല്ലാ ദിവസവും എന്നെ വന്ന് പരിചരിക്കും. മഹാനായ ഖലീഫ ഉമർ ആ സ്ത്രീയോട്, ആ വൃദ്ധയോട് പറഞ്ഞത്, ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയാണ് ആ നടന്നു പോകുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരനായ അധസ്ഥിതൻ എന്ന് പറയുന്നവരുടെ കൂടെ സമൂഹത്തിന്റെ മുൻപന്തിയിലെത്തിക്കുവാൻ ഒന്നാമതായി ഇറങ്ങിയ ആളുടെ പേരാണ് ഖലീഫ എന്നത്. ഇതായിരുന്നു സാമൂഹിക വ്യവസ്ഥിതി, ഇതായിരുന്നു ഒരു നാട് സൃഷ്ടിച്ചെടുത്തത്, ഇതായിരുന്നു ഒരു സമൂഹത്തിലേക്ക് സൃഷ്ടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫലസ്തീനിലേക്ക് കടന്നു ചെന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് ക്രിസ്തീയ പാതിരി അവരുടെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞപ്പോ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയോ? ഞാൻ ഇവിടെ നിസ്കരിക്കുന്നില്ല എന്നാ. എന്താ കാര്യം അങ്ങനെ പറയാൻ? ഒറ്റ കാര്യമുള്ളൂ, നാളെ വന്ന് ഇത് ഞങ്ങളുടെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണെന്ന അവകാശവാദം രണ്ട് സമൂഹങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് അത്രമേൽ ചിന്തിച്ചു. എത്രയെത്ര സംഭവങ്ങൾ അങ്ങനെയുണ്ട്. കൂരകളിലേക്ക് നടന്നുപോയ ജൂതനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ മതത്തെ നോക്കിയല്ലോ സഹായിച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ ഒരു 4 ആയത്തുകൾ അവതീർണമാകാനുള്ള കാരണം എന്താണ്? നമ്മൾ പഠിക്കട്ടെ. നീതിബോധം എന്നൊക്കെ പറഞ്ഞാൽ അത്രമേൽ വലുതല്ലേ? ഇസ്ലാം മുന്നോട്ട് വെച്ച ഇസ്ലാമിന്റെ സുന്ദരമായ നീതിബോധം ആർക്കും എതിരല്ല, അല്ലേ? പടയങ്കി മോഷ്ടിക്കപ്പെട്ട് പ്രവാചകന്റെ കൂടെയുള്ളവർ അഥവാ കപട വിശ്വാസികൾ, അങ്ങനെ ഒരു വിഭാഗം ഉണ്ടല്ലോ ഇസ്ലാമില്. ഇസ്ലാമിന്റെ വേഷം ധരിക്കുകയും ഇസ്ലാമിന്റെ വാക്കുകൾ ഉച്ചരിക്കുകയും ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ജനവിഭാഗം, അത് ഇസ്ലാമിന്റെ ആഭ്യന്തരമായി അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായി. അവരെന്താ ചെയ്തത്? പ്രവാചകന്റെ കൂട്ടത്തിൽ പ്രവാചകന്റെ കൂടെയുള്ളവരുടെ പടയങ്കി മോഷ്ടിച്ചു. പിടിക്കപ്പെടുമെന്നെത്തിയപ്പോ അവർ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അന്വേഷണത്തിനൊടുവിൽ ജൂതന്റെ വീട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടപ്പോഴോ പ്രവാചകന്റെ അടുത്ത് വിഷയമെത്തി. പ്രവാചകൻ എന്ത് ചെയ്തു? ജൂതനെതിരായി വിധി പുറപ്പെടുവിച്ചു. കാരണം പ്രത്യക്ഷ തെളിവുകൾ അതാണല്ലോ.
അപ്പോൾ ഖുർആൻ അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ആരുടെ വിഷയത്തിൽ? ജൂതന്റെ വിഷയത്തിൽ. പാതിരാവുകളിൽ കൂട്ടത്തിലുള്ളവർ നിഗൂഢമായി സംസാരിക്കുന്നു. എന്നിട്ട് ആ നിഗൂഢതകളെ തിരിച്ചറിയുവാനും ഇത്തരം നീതിയുക്തമായ തീരുമാനങ്ങൾ ആ ജൂതൻ അനുകൂലമായി കൊണ്ട് നിലപാടെടുക്കുകയും ചെയ്തു ഖുർആൻ. പ്രവാചകൻ അത് തിരുത്തുന്നു. എത്ര മനോഹരമാണ്! ഇസ്ലാമിന്റെ ഈ നീതിബോധത്തിൽ നിന്നാണ് ഇസ്ലാം മുന്നോട്ട് പോയത്. അങ്ങനെ ആ ലോകത്ത് ഇസ്ലാം പടർന്നു പന്തലിച്ചത്. അതല്ലാതെ വാൾ മുന വെച്ചുകൊണ്ട് ഈ നാടൊക്കെ ഇസ്ലാമിലേക്ക് വരണമെന്നല്ല. വിജ്ഞാനത്തിന്റെ പ്രഭയല്ലാതെ മറ്റെന്താണ് ഇസ്ലാമിന്റെ സംഭാവന? ഇബ്നു റുഷ്ദിന്റെയും ഇബ്നു ഖൽദൂനിന്റെയും ഇബ്നു സീനയുടെയും അതേപോലെ തന്നെ പാശ്ചാത്യരുടെ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെട്ട അബ്ബാസി കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന മഅ്മൂനും ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ ഇമാം ഷാഫിഈയും ഇമാം അബൂ ഹനീഫയും ഇമാം ഗസ്സാലിയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇവരൊക്കെ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മതനേതാക്കന്മാരോട് ഉപമിക്കേണ്ട അന്വേഷണങ്ങളുടെയും ആഴത്തിലുള്ള പഠനങ്ങളിലൂടെയും ഒരു നാടിന് വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്തവർ. വിശകലനത്തിൽ ഒരൽപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരോടൊക്കെ നമുക്കുണ്ടാവുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇവരൊക്കെ മുന്നോട്ട് വെച്ച ആശയം എന്താ? ഇതിന്മേ കൂടെ പാലമിട്ടിട്ടാണ് യൂറോപ്യന്മാർ എന്തെങ്കിലും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയത് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? എത്ര കാലം മുമ്പുള്ള കഥയാണിത്. എന്നാൽ ലോകത്ത് നവോത്ഥാനത്തിന്റെ വെളിച്ചം 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ തുടക്കം കുറിക്കുമ്പോ ലോകത്തെ ഏറ്റവും വലിയ നവോത്ഥാനമായി എണ്ണപ്പെടുന്നുണ്ടല്ലോ. മതമില്ലാത്ത നവോത്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ? അന്നെന്താ അവരുടെ പ്രശ്നം? അല്ലെ, ഇതിനെ എതിർക്കപ്പെടുക എന്നുള്ളതായിരുന്നു. അതാണോ യഥാർത്ഥ നവോത്ഥാനം? മതത്തെ ഇല്ലാത്ത ഒരു നവോത്ഥാനത്തെ കൊണ്ടുവന്ന് അവിടെ പോലും സ്ത്രീകൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമാണ്. കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ലിബറലിസത്തിന്റെ പിതാക്കന്മാരും അവരുൾപ്പെടെയുള്ളവരും കടന്നു വന്ന വഴികളിൽ നമ്മൾ അന്വേഷിക്കപ്പെടുമ്പോ നമുക്ക് ഇങ്ങനെ പലതും ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്ന സാമൂഹിക ബോധം അല്ലെങ്കിൽ ലോകത്തുയർത്തിപ്പിടിച്ച സമാധാനം, ആ സമാധാന അന്തരീക്ഷം ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് തകർക്കപ്പെട്ടത് മുസ്ലിങ്ങളായിരുന്നില്ല. ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ മുഖ്യ ശത്രുവായി കണ്ട സാമ്രാജ്യത്വ ശക്തികളായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കരുത് എന്നും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടണമെന്നും ഗസയിലെ കുഞ്ഞുങ്ങൾ ലോകാവസാനം വരെ തകർക്കപ്പെടേണ്ടവരാണ് എന്നും തീരുമാനിച്ചത് മുസ്ലിങ്ങളായിരുന്നില്ല. അതിന് ഇസ്ലാമിന് പങ്കുമില്ല. നമ്മൾ അറിയണം, സമാധാനത്തിന്റെ നാടായി നിലനിന്നിരുന്ന ഫലസ്തീനിനെ ഈ ഗതിയിലേക്ക് എത്തിച്ചത് ബ്രിട്ടനാണ്. ആ ബ്രിട്ടൻ ലോകത്തിലുള്ള ജൂതന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമി പ്രശ്നമൊഴിവാക്കാൻ, നിരന്തരമായ ഒരു രാഷ്ട്രീയ വിഷയമായി ലോകത്തുയർന്നു നിൽക്കുവാൻ, ആയുധ കച്ചവടത്തിന്, സാമ്രാജ്യത്വ അജണ്ടകളുടെ ഒരു മുഖാവരണം പോലെ പാവപ്പെട്ട മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് കൊടുത്തത് ലോകത്ത് സാമ്രാജ്യത്വമാണ്, മതമല്ല. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് ഒരു മനുഷ്യനെയും കൊല്ലരുത് എന്നാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. നിങ്ങൾ ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യനെ കൊന്നവനെ പോലെയാണ്. അവിടെയുമല്ല, പിന്തിരിഞ്ഞു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുന്ന കലാപകാരികൾ, അവരുടെ വാക്കുകളിൽ നിങ്ങൾ വീണു പോകരുത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വയുഹ്ലികുൽ ഹറസ്, കൃഷിയിടങ്ങളെയും വന്നസുല, പാരമ്പര്യങ്ങളെയും തലമുറകളെയും നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ അവർ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ശത്രുക്കളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് മാനവിക വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ബദർ യുദ്ധം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു യുദ്ധം നടന്നു. ആ ബദറിന് തൊട്ടു മുമ്പ് ഒരു സംഘടനം നടന്നു. അതിലേതാനും പേർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട സമയത്ത് പ്രവാചകൻ പറഞ്ഞു, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസത്തിൽ ആ പോരാട്ടത്തെ തന്റെ കൂടെ നാടും വീടും വിട്ടു വന്നിറങ്ങിയവർ, തന്റെ കൂടെ സർവ്വതും ത്യജിച്ചവർ, അവർ ചെയ്ത ഒരു അറിവില്ലായ്മയുടെ പേരിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളെപ്പോലും നീതിയുക്തമായി ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാകുമ്പോ അതിനെ സമ്മതിക്കാതിരുന്ന ഒരു പ്രവാചകന്റെ അനുയായികൾ ലോകത്തൊരു മനുഷ്യനെയും വെറുതെ വധിക്കുകയില്ല, അല്ലെങ്കിൽ കൊല്ലാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സമൂഹത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതാരെയും ഭയപ്പെട്ടിട്ട് പറയുന്നതല്ല. ഇസ്ലാമിനെ എക്കാലത്തും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള
ആളുകളെ ഇസ്ലാമിന്റെ സഹിഷ്ണുതയെ ഇഷ്ടപ്പെടാത്ത, ഇസ്ലാമിന്റെ സാമൂഹിക ബോധത്തെ ഇഷ്ടപ്പെടാത്ത, ഇസ്ലാമിന്റെ സാംസ്കാരികത ഇഷ്ടപ്പെടാത്ത, അവരുടെ കച്ചവടമായി ലോകരാഷ്ട്രങ്ങളെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ എടുത്തു പ്രയോഗിക്കുന്ന, വേണ്ടുവോളം പ്രയോഗിക്കുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ. ലോകത്ത് വേറെ എവിടെയും നമ്മളത് കേൾക്കുകയില്ല, ഇസ്ലാമിന്റെ പേരിൽ മാത്രമാണ് നമ്മളത് കേൾക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സാമൂഹിക ബോധത്തിന്റെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ വർഗീയതയുടെ പേരിൽ ലോകത്ത് സമാധാനം തകർക്കുക എന്ന് പറയുന്നത് ഒരു മതദർശനവും ചെയ്യുന്നില്ല. ചെയ്യുന്നത് മതത്തെ ഭയപ്പെടുന്ന ഈ സാമ്രാജ്യത്വ ശക്തികളാണ്, അല്ലെങ്കിൽ ഇത്തരമാണ്. ലോകത്ത് യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ശബ്ദങ്ങളില്ലാതെ, ഒരു ശബ്ദവും ഇല്ലാതെ വീണ് കിടക്കുന്ന മനുഷ്യനു വേണ്ടി ശബ്ദിക്കാൻ ആരാ ഉള്ളത്? എത്ര കുഞ്ഞുങ്ങളെയാ കൊന്നു തള്ളുന്നത്? ഇപ്പോഴും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് നേരെ തീമഴ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൊടുംഭീകരത ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് അപ്പൊ മതം പറയുന്നത് സമാധാനമാണ്. പക്ഷേ മതത്തെ മുൻനിർത്തി സമാധാനമില്ലാത്തതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും അതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് ലോകത്തും അതിന്റെ ഒരു ഭാഗം നമ്മുടെ രാജ്യത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു അല്ലെ? ഒരു മതവും, നമ്മുടെ നാട് എത്ര സൗഹൃദപരമായി ജീവിച്ച നാട്, സൗഹൃദപരമായി ജീവിക്കുന്ന നാട്, സന്തോഷത്തോടെ ജീവിക്കുന്ന നാട്. ഇപ്പോഴോ എന്താ അവസ്ഥ? പറയുന്നതിൽ എവിടെയെങ്കിലും അക്ഷരത്തെറ്റുകളിലോ വാക്കുകളിലോ വരുന്ന അബദ്ധങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ വർഗീയമായി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിലനിൽപ്പിനു വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ നിലനിന്നു പോകാൻ എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധമായി വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നു. ഇത് അപകടമാണ്. ഇത് നമ്മുടെ നാടിന് അപകടമാണ്. നമ്മുടെ സമൂഹം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ സ്വഭാവമുണ്ട്. അത് നമ്മുടെ പൂർവീകര് നമുക്ക് കൈമാറി തന്നതാണ്. അത് സൗഹൃദത്തിൻ്റെതാണ്, അത് സമാധാനത്തിൻ്റെതാണ്, അത് ശാന്തിയുടേതാണ് അല്ലെ? അല്ലാതെ തമ്മിലടിക്കുന്ന ഒരു സമൂഹത്തിന് എവിടെയാണ് സമാധാനം ഉണ്ടാവുക? നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയോ? ഫാസിസം സമൂഹത്തിന് സമ്മാനിച്ചതാണ്. യഥാർത്ഥത്തിൽ ലോകത്ത് സമാധാനം തകർക്കപ്പെടുക, അല്ലെങ്കിൽ ഐക്യമില്ലാതിരിക്കുക, എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുക, ഇതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തില് വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ ഭാഷകളുടെ, വിവിധ മതങ്ങളുടെ, വിവിധ മതാചാരങ്ങളുടെ, വിവിധ തരത്തിലുള്ള സാമൂഹിക വ്യവസ്ഥിതികളുടെ, അതില്ലെങ്കിൽ ഇന്ത്യയുടെ സൗന്ദര്യം എന്താണ്? വിവേകാനന്ദൻ പറഞ്ഞതാണ്, എന്റെ നാടിന്റെ സൗന്ദര്യം, ഒരു നാട്ടിൽ എന്റെ നാടിനെ അഡ്രസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞത് ഏകാത്മകമായ ഒരു ദർശനത്തെ കുറിച്ചല്ല. ഞാൻ വരുന്നത് ഭാരതത്തിൽ നിന്ന് വരുമ്പോ എനിക്ക് പറയാനുള്ളത്, ഒരു പൂന്തോട്ടം പോലെയാണ് ഭാരതം. വിവിധ മതങ്ങൾ, വിവിധ പൂക്കളുള്ള, വിവിധ വർഗങ്ങളിലുള്ള സസ്യങ്ങൾ വളരുന്നത് പോലെ എന്റെ നാട്ടിൽ വിവിധ മതങ്ങളും വിവിധ ദർശനങ്ങളും വിവിധ സാമൂഹിക ബോധവും വളർന്നു വരുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് വിവേകാനന്ദൻ പറയുന്നതാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ സൗന്ദര്യത്തെ ഇല്ലാതാക്കി ഏകാത്മകമായ ഒന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നു. അതിന് ന്യൂനപക്ഷങ്ങളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളെയും എതിർക്കപ്പെടുന്ന രൂപത്തിൽ ഭീകരവാദമാണ് എന്നുള്ള രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് പറയാണ്. എന്നിട്ട് ഈ നാട് ഇന്ന നാട് പോലെയാണ് പ്രസ്താവനകൾ വരികയാണ്. ഒരു സമൂഹത്തിന് അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്വമായ ഇടപെടലുകളാണ് എല്ലാ വിഷയത്തിലും വേണ്ടത്. ചേർന്നിരിക്കാൻ കഴിയണം, മനുഷ്യന് ചേർന്നിരിക്കാൻ കഴിയണം, അകന്നിരിക്കേണ്ടവരല്ല. നമ്മുടെ നാട്ടിൽ ഓരോ അടയാളങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ, പൊതുസമൂഹങ്ങൾ എല്ലാം സൃഷ്ടിച്ചെടുത്ത സാമൂഹിക സാംസ്കാരിക ബോധങ്ങൾ വളരെ വലുതല്ലേ? അപ്പൊ അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ചേർന്നിരിക്കാൻ. എന്നിട്ടോ ഇതിന് വിശ്വസിക്കണമോ? ഒരാൾക്ക് തോന്നുകയാണ് വിശ്വാസം വേണ്ട, അയാൾ വിശ്വസിക്കണ്ട. മതത്തിൽ അത് അയാളുടെ കാര്യമാണ്. എല്ലാവരും വിശ്വാസികളാവണമെന്ന് നിർബന്ധമുണ്ടോ? മതത്തിനില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദ്. മതത്തിൽ ഒരു ബലാത്കാരവുമില്ല. ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ അത് നിരാകരിക്കട്ടെ. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്.
ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവൻ നിരാകരിക്കട്ടെ. ബാക്കിയുള്ള കാര്യം അതവനും അവന്റെ പടച്ചോനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അയാള് ഇന്നയാള് ഇന്നെടുത്തിലാണോ അല്ലെങ്കിൽ ഇന്നയാൾ ഇങ്ങനെയാണോ ഒന്നും നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് സത്യാസത്യത്തിന്റെ വഴികൾ ഇവിടെയുണ്ട്. മനുഷ്യനോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരാൾ വിശ്വാസിയാകണമോ ഒരാൾ അവിശ്വാസിയാകണമോ? അങ്ങനെ അവിശ്വാസിയായതിന്റെ പേരിൽ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ആനുകൂല്യങ്ങൾ പിൻപറ്റാൻ അവൻ അവകാശമില്ലേ? അതാണല്ലോ പ്രശ്നം, അല്ലെ? ഒരാൾ അവിശ്വാസിയാണ്, ഒരാൾ വിശ്വാസിയാണ് എന്ന് വിചാരിക്കുക. ഒരാൾ ഒന്നിലും വിശ്വസിക്കാത്തവനുമാണ്. അവരോട് നമ്മൾ എന്ത് നിലപാടാ സ്വീകരിക്കേണ്ടത്? ഇത് ഈ കാലഘട്ടത്തിൽ വന്ന പുതിയ പ്രശ്നമൊന്നുമല്ലല്ലോ. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, എന്റെ മാതാവ് ഇസ്ലാമല്ല, ഞാൻ മുസ്ലിമായി, ഞാൻ എല്ലാം വലിച്ചെറിഞ്ഞു വന്നവനാണ്, ഒരന്ധവിശ്വാസത്തിന്റെ ഒരു തരിമ്പും എന്റെ മനസ്സിലില്ല, എന്ത് ചെയ്യണം ഞാൻ? പ്രവാചകൻ എന്താ പറഞ്ഞത്? നീ ഇനി ആ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഒരവിശ്വാസിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായതിന്റെ പേരിൽ ഇന്ന രൂപത്തിൽ ഇങ്ങനെയൊക്കെ ആക്കി കളയാമെന്ന്. പ്രവാചകൻ പറഞ്ഞത് ബൗദ്ധികമായ സർവബാധ്യതകളിലും പ്രഥമ പരിഗണന നിന്റെ മാതാവിനാണെന്നാണ്. വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിലെ സർവ്വ നന്മകളിലും നീ അവരുമായി സഹകരിക്കണം. ഒരു കാര്യത്തിലെ നീ അനുസരിക്കാണ്ടിരിക്കണ്ടു. അതെന്താ? പടച്ചവനിൽ പങ്കു ചേർക്കണമെന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ അത് ചെയ്യണ്ട. എന്തുകൊണ്ടാ? അതെന്റെ ആദർശമാണ്. ആ വ്യക്തിക്ക് അത് പറയാനുള്ള ആദർശമുള്ളതുപോലെ വ്യക്തി എന്ന നിലയിൽ അത് പറ്റില്ല എന്ന് പറയാനുള്ള ആദർശനിഷ്ഠ എനിക്കുണ്ട്. അതുകൊണ്ട് പറ്റില്ല. എന്നാൽ ലോകത്ത് മറ്റേത് കാര്യത്തിലും, സ്നേഹത്തിന്റെ വിഷയത്തിൽ മാതാവ് അവിശ്വാസിയാണ്, മകൻ വിശ്വാസിയാണെന്ന് ധരിക്കുക. നീ ആദ്യമായി സ്നേഹിക്കേണ്ടത് നിന്റെ അവിശ്വാസിയായ മാതാവിനെ തന്നെയാണ്, സംശയമില്ല. ലോകത്ത് നീ ആദ്യമായി പരിചരിക്കേണ്ടത് നിന്റെ മാതാവിനെ തന്നെയാണ്, സംശയമില്ല. അല്ലെ? എത്ര മനോഹരമായ വ്യവസ്ഥിതിയാണ് എന്ന് പറഞ്ഞാൽ, മതം ഒരർത്ഥത്തിലും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുന്നില്ല എന്നർത്ഥം. മതം ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുന്നില്ല. അപ്പൊ എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറയുന്നത് കേവലം ഒരു കുറെ അത്ഭുതങ്ങളുടെയോ ഏതെങ്കിലും ഒരു മാർഗങ്ങളിലൂടെയോ കാണിക്കപ്പെടുന്ന ഒന്നിനല്ല ആത്മീയത എന്ന് പറയുന്നത്. പകരം ആത്മീയത മനുഷ്യന്റെ ജൈവികതയോട് ഒട്ടി നിൽക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഒന്നാമത്തെ ഭാഗം അതാണ്, അല്ലെ? ഒരാൾ നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കുക, 5 നേരം നിസ്കരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, കൂട്ടമായി നിസ്കരിക്കുന്നു, പള്ളിയിൽ പോയിട്ട് 1-ാമത്തെ സഫിൽ നിസ്കരിക്കുന്നു. അവനവന്റെ അയൽവാസിക്ക് പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ അവന്റെ നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഇത്രയേ ഉള്ളൂ. ലളിതമായ വിഷയമാണ്. സാമൂഹിക ബോധമില്ലാത്തവൻ എന്ത് മതം? ഒരാൾ പള്ളിയിലിരുന്ന് 24 മണിക്കൂർ ഓതിക്കൊണ്ടിരിക്കുക, എന്താ ഓതുന്നത്? മതനിഷേധിയെ നീ കണ്ടില്ലേ? ഏതാണ് ആ മതനിഷേധി? അല്ലെ? പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്ത, അനാഥരെ തലോടാത്ത, അഗതികളെ ഇടുക്കിക്കളയുന്ന, പ്രയാസപ്പെടുന്നവരെ തലോടാത്ത ഒരു മനുഷ്യനെ കണ്ടില്ലേ? ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന അനാഥയെ പരിഗണിക്കാത്ത ഒരു മനുഷ്യൻ 10,000 തവണ ഈ അധ്യായം വായിച്ചാലും അവന് പ്രതിഫലമുണ്ട്. നമ്മൾ അന്വേഷിച്ചു നോക്കൂ. മതം എന്തു പറയുന്നു? തൊട്ടടുത്ത് കിടക്കുന്നവനെ പരിഗണിക്കണം എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്തിന് നൽകുന്നത്. മതനിഷേധി എന്ന് പറയുന്നത് ആരാണ്? നമസ്കരിക്കുന്നവൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? നോമ്പെടുക്കുന്നവൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഹജ്ജ് ചെയ്യുന്നവൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? കൃത്യമായി വിശദീകരിക്കുന്നില്ലേ ഖുർആൻ? എന്ന് പറഞ്ഞാൽ ഈ ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സമൂഹത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, കൂടുതൽ ഇടപെടലാണ്. ഇനി ഒന്നുകൂടെ പറയാം. നാളെ പരലോകത്തെത്തുന്ന സമയത്ത് നരകത്തിൽ കിടക്കുന്ന ചില മനുഷ്യരെ കാണും. ആ മനുഷ്യരോട് സ്വർഗവാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ സലകകും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖറിലെത്തിയത്? നരകത്തിലെത്തിയത് എങ്ങനെയാണ്? അതാണ് ചോദ്യം. മാ സലകകും ഫീ സഖർ, നിങ്ങൾ എങ്ങനെ നരകത്തിലെത്തി? ആ നരകവാസികൾ പറയുന്ന ഒന്നാമത്തെ ഉത്തരം, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ,
ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, പ്രാർത്ഥനകളിൽ കൃത്യതയില്ലാത്തവരായിരുന്നു. രണ്ടാമത്തെ ഉത്തരം വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. പ്രയാസപ്പെടുന്ന മനുഷ്യന്മാര് നാട്ടിലുണ്ടായിരുന്നു. ആർഭാടതുല്യമായ ജീവിതം അല്ലേ? ആ പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ കൂരയിലേക്ക് തിരിഞ്ഞു നോക്കാൻ സമയം കണ്ടെത്താത്തതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ നരകത്തിൽ നിന്ന്. നാളെ പരലോകത്തെത്തുമ്പോ കർമ്മപുസ്തകങ്ങൾ നൽകും അല്ലെ? എല്ലാ മനുഷ്യനും നൽകും, അതിൽ സംശയം വേണ്ട. ഇന്ന് നിഷേധിക്കുന്നവനും നാളെ കിട്ടാൻ പോകുന്നതാണ്. ഈ പ്രപഞ്ചം പോലെ സത്യം, ജീവിതം പോലെ സത്യം അങ്ങനെ നൽകപ്പെടുമ്പോഴോ ആ നൽകപ്പെടുന്ന കൂട്ടത്തിൽ പുസ്തകം എന്റെ കർമ്മരേഖ എനിക്ക് കാണണ്ട എന്ന് പറയുന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ഹഖയിലാണ്. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ, എനിക്ക് എന്റെ ഗ്രന്ഥം വേണ്ടായിരുന്നു, എന്റെ വിചാരണ എനിക്കറിയണ്ടായിരുന്നു. അതിന്റെ അങ്ങനെ പറയുന്നവരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിച്ചില്ല എന്നാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിച്ചില്ല എന്നാണ്. അതുകൊണ്ട് അയൽവാസി അറിയാത്തവന് മതമുണ്ടോ? തൊട്ടടുത്ത് വിശന്ന് കിടക്കുന്നവൻ അറിയാത്തവന് മതമുണ്ടോ? തൊട്ടടുത്തവന് രോഗിയായി കിടക്കുന്നവൻ അറിയാത്തവന് എന്ത് മതം? അല്ലെ? സ്വന്തം വീട്ടിലേക്ക് വലിയ വഴികെട്ടി, അവിടെ വലിയ മതിൽ കെട്ടി, ആ മതിൽക്കെട്ടിനുള്ളിൽ സുഖമായി കിടക്കുമ്പോ ഇപ്പുറത്തൂടെ വഴി നടക്കാൻ വിധിക്കപ്പെടാത്തവന് വഴി കൊടുക്കാത്തവന്റെ മതമേതാണ്? പ്രവാചകൻ പറഞ്ഞത് അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ്. എത്രത്തോളം വിശപ്പിരിക്കുന്ന ഒരു വീട്ടിലേക്ക് അതൊന്നും വേണ്ട, തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തുവാൻ നീ വെക്കുന്ന കറിയിൽ വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൂട്ടി വെക്കണം എന്ന് പഠിപ്പിച്ച മാനവികതയുടെ ദർശനം, അതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ സാമൂഹിക ദർശനം എന്ന് പറയുന്നതാണ്. അതിലപ്പുറം എന്താ പറയേണ്ടത് അല്ലേ? എത്ര മനോഹരമായി പഠിപ്പിച്ചു. എല്ലാ ഭാഗത്തും ഇടപെടണം എന്ന് പഠിപ്പിച്ചു. ഇടപെടാത്ത മനുഷ്യനോ അയാൾ നല്ല മനുഷ്യനാണോ? സാധാരണ പറയാം ഓൻ എല്ലാ നേരത്തും നിസ്കാരമുണ്ട്, പക്ഷെ ഒരു കാര്യത്തിനും ഇടപെടൂല, ഒരാൾക്കും ഓനെ കൊണ്ട് ശല്യമില്ല. ഈ പറയുന്നവൻ ഇസ്ലാമിന്റെ ഭാഷയിൽ എന്താ? ഇടപെടണം. ചിലർ പറയും ഞാൻ മുമ്പൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു, ഇപ്പൊ ഞാൻ ഇടപെടുന്നില്ല. അങ്ങനെ പറയാൻ മനുഷ്യന് അവകാശമുണ്ടോ? മരിക്കുന്നവരെ ഇടപെടണം. മരിക്കുന്നത് വരെ ഇടപെടാൻ മനുഷ്യനാവുന്നത്ര കഴിയണം. അതാ ഖുർആൻ പറഞ്ഞത്. ഫലക്ക് തഹമൽ അഖബ, നിങ്ങൾ കടന്നില്ലേന്ന് അല്ലേ? നിങ്ങൾക്ക് പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ തിരിക്കുന്നതിലല്ല പുണ്യം എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ എണ്ണിയത്, വിശ്വാസകാര്യങ്ങൾ എണ്ണിയതിനു ശേഷം ഖുർആൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ നിങ്ങൾ എവിടെ പ്രവർത്തിക്കണം അല്ലേ? ഏതെങ്കിലും ഗിരിമാർഗങ്ങളിൽ തപസ്സിരുന്ന് സേവിക്കണമെന്നോ ദൈവത്തെ? അങ്ങനെ പറഞ്ഞ ഖുർആൻ. ആത്മീയതയുടെ പടുക്കളായി ലോകത്ത് ബുദ്ധിയും വിവേകവും വലിച്ചെറിഞ്ഞ് ഒരു തസ്ബീഹ് മാലയുടെ ചുവട്ടിൽ സുബ്ഹാനല്ലാഹ് എന്ന് ഉച്ചരിച്ച് ആരോടും മിണ്ടാതെ ഉരിയാടാതെ കേവലം ആത്മീയ ജ്ഞാനത്തിന്റെ ഉത്തുംഗതയിൽ വസിക്കുന്നവനാണെന്ന് അവകാശപ്പെട്ട് ജീവിക്കണമെന്നോ? അതാണോ മതം പറഞ്ഞത്? അല്ലല്ലോ. നീ താഴെ ജീവിക്കണം. നിനക്ക് ആത്മീയതയുടെ ഉശിര് കൂടുമ്പോ നീ താഴെ മനുഷ്യരോടൊപ്പം ഉശിരോടെ ജീവിക്കും. അതാ പഠിപ്പിച്ചത്, അതാ പ്രവാചകൻ പഠിപ്പിച്ചത്, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടർന്ന് വന്നവർ പഠിപ്പിച്ചത്. അതാണ് കർമ്മയോഗിയായ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ തെരുവീതികളിലൂടെ വലിയ ഭാണ്ഡക്കെട്ടുമെടുത്ത് ഇങ്ങനെ നടക്കുമ്പോ വയറ്റുന്നൊരു കരച്ചില് വരും. വിശന്നാൽ ഉമർ കരഞ്ഞു. ഉമറിന്റെ വയറ് വേദനിച്ചു. ഉമർ തളർന്നു. ഒരു മണൽ തണലിൽ ഇരിക്കുമ്പോ ഉമർ പറഞ്ഞത്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഞാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ണട്ടെ ഉറങ്ങട്ടെ എന്നല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ മദീനയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ, ഒരു കുഞ്ഞു കരയേണ്ടി വന്നാൽ,
നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ എന്നെ മാറ്റി നിർത്തപ്പെടും റബ്ബ്. അതുകൊണ്ട് ഉമറേ, നിന്റെ വയറ് കരഞ്ഞോട്ടെ, നിന്റെ വയറ് കരിഞ്ഞോട്ടെ, നിന്റെ വയറ് കത്തിക്കോട്ടെ, ഈ മദീനയിലെ കൂരകളിൽ ഒരു കുട്ടിയുടെ വയറും കരയരുത് എന്ന് തീരുമാനിച്ച ദർശനം എന്ന് പറഞ്ഞാൽ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകനു ശേഷം സ്വർഗത്തിലെത്താൻ വേണ്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്നു. അതാണ് ആത്മീയതയുടെയും മാനവികതയുടെയും ജൈവികതയുടെയും സാമൂഹിക ബോധത്തിന്റെയും മതബോധം. ആ മതബോധം എടുത്തു കളഞ്ഞ് കേവലം ആത്മീയ ജ്ഞാനത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഒരാൾക്കൂട്ടം മാത്രമായി മതദർശനത്തെ മാറ്റപ്പെടും. അതാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോ ഈ സാമൂഹികവൽക്കരണം മതം ആവശ്യപ്പെടുന്നു, മതം സമൂഹത്തോട് പറയുന്നു. അല്ലെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത്, എല്ലാ അർത്ഥത്തിലും ലോകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവണം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ സാമൂഹിക പശ്ചാത്തലം വായിക്കുന്ന ഏത് മനുഷ്യനും കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും. ഏത് മനുഷ്യനും കൃത്യമായി ബോധ്യപ്പെടും. അല്ലെ, ഇതിനപ്പുറം ഒരു ആദർശം പറയാനില്ല. എന്ന് പറഞ്ഞാൽ കണിശമായ നിലപാടുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് അരക്ഷിതാവസ്ഥയിൽ നിന്ന് നിർഭയത്വത്തിലേക്ക് വരണം, അമ്നു വരണം. അത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചതിന്റെ ഫലമായി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാമൂഹിക ബോധങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സധൈര്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇത് പറയാൻ, ഇത് പ്രഖ്യാപിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയുന്നത്. പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും നേതാക്കന്മാരും, രാഷ്ട്രീയ ബോധം പകർന്നു കൊടുത്തവർ, സാമൂഹിക ബോധം പകർന്നു കൊടുത്തവർ എല്ലാം നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുമ്പോ, ഒരു പൊതുവിദ്യാലയത്തിന് തുടക്കം കുറിച്ച് കൊടുങ്ങല്ലൂരിൽ ഇസ്ലാഹിന്റെ അക്ഷരശോഭയ്ക്ക് കേരളത്തിന് പുതിയ വായനയുടെയും നവോത്ഥാനത്തിന്റെയും തുടക്കം കുറിക്കുമ്പോ ഈ പ്രസ്ഥാനം ആഗ്രഹിച്ചത് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും നിലനിൽക്കുന്ന ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ മതപ്രബോധനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിന്റെ ഉദ്ദേശം അതാണ്. ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മതം നൽകുന്ന ആത്മീയതയും മതം നൽകുന്ന നിർഭയത്വവും വളരെ വലുതും സമാധാനവുമാണ്. ഇതല്ലെങ്കിൽ സംഭവിക്കുക ഒരുപാട് അരാജകത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരും, ഒരുപാട് അരാജകത്വങ്ങൾ. അതുകൊണ്ട് സമൂഹത്തിൽ സമാധാനമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, ശാന്തതയോടെ ജീവിക്കുവാൻ, നമുക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും നമ്മെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളെ മറന്നു പോകുന്ന കാലത്ത് നമുക്ക് സമൂഹത്തെ കാണാൻ കഴിയില്ല. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയിലെ ഏതാനും വരികളാണ് എൻ്റെ അവസാന വാക്ക്. അത് നമ്മുടെ സമൂഹത്തില് ഒന്നാം കാലത്ത് ഓണനിലാവത്ത് ഒച്ചയിലാതിര പാട്ടുവന്നു എന്നാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന തെരുവുകൾ നമ്മുടെ കാലത്തുണ്ടായിരുന്നു. രണ്ടാം കാലത്ത് രാമനും രാമായണ കഥ കൂട്ടുവന്നു. മൂന്നാം കാലത്ത് മുക്കുറ്റി പൂത്തു, നാരകം പൂത്തു, നിലാവ് പൂത്തു. ഇങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പ്രകൃതിയെ അറിഞ്ഞ് ജീവിച്ച ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിന്റെ തെരുവുകൾക്കുണ്ടായിരുന്നു. ഈ കാലഘട്ടം വന്നപ്പോഴെന്തുണ്ടായി? 10ാം കാലം ഇതിക്കാലം നാം ഒച്ചയനക്കം ഒളിച്ചു വെച്ചു. ഒച്ചയില്ല, അനക്കമില്ല. എല്ലാ സൗഹൃദത്തിന്റെ തുരുത്തുകളിലും സംശയത്തിന്റെ കളകൾ നിറഞ്ഞിരിക്കുന്നു. എല്ലാ സൗഹൃദത്തിന്റെ തുരുത്തുകളിലും സംശയത്തിന്റെ കളകൾ, അത് പറിച്ചു കളയണം നമ്മൾ. അതാണ് 10ാം കാലം ഇതിക്കാലം നാം ഒച്ചയനക്കം ഒളിച്ചു വെച്ചു. മുറ്റമിടുങ്ങിയ പൊത്തുകളിൽ വർണ്ണപ്പെട്ടിയിൽ നാട്ടു തനിമ കണ്ടു. മുറ്റമിടുങ്ങിയ പൊത്തുകളിൽ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മള് കേവലം നീലപ്പെട്ടിയിൽ, നീല വെളിച്ചത്തിൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. അത്തം കണ്ടാതിര നൃത്തം കണ്ടു, ഒപ്പം പുതിയ പലതു കണ്ടു. കണ്ടുകണ്ടങ്ങനെ കണ്ടിരിക്കുന്നു നാം, കണ്ടില്ല നമ്മിലെ നമ്മെ മാത്രം. പാഠം പഠിച്ചിടാം കൂട്ടുകാരെ ഒരു പാഠം പഠിക്കുന്ന കാലം വരെ. പാഠം പഠിച്ചിടാം കൂട്ടുകാരെ ഒരു പാഠം പഠിക്കുന്ന കാലം വരെ. അതുകൊണ്ട് ആ കാലത്തിന് വേണ്ടി കാത്തിരിക്കാതെ നമ്മുടെ സാമൂഹിക ഭദ്രതയിൽ
ഉശിരോടെ, നന്മയോടെ, തന്മയത്വത്തോടെ സമൂഹത്തിൽ ഇടപെടാൻ പരിശ്രമിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ, ഖുർആനിനെ പഠിക്കാൻ, എല്ലാ മനുഷ്യർക്കും പഠിക്കാൻ, എല്ലാ മനുഷ്യരോടും സട്ടാവിനുള്ള സന്ദേശമായ ഖുർആനിനെ ഒരു വട്ടം വായിച്ചു തീർക്കാൻ സന്മനസ്സോടെ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.